Hi students, welcome to a new video, Continuity and Differentiability Part 5. ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മീൻ വാല്യൂ തിയറം. നമ്മുടെ ഫോക്കസ് ഏരിയയുടെ ഒരു ഭാഗമാണ്. ഫോക്കസ് ഏരിയ 5.8 മീൻ വാല്യൂ തിയറമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക്. യെസ്, അതിന് മുന്നായിട്ട് നമ്മൾ മുമ്പ് പഠിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ, കണ്ടിന്യൂറ്റിയുടെയും ഡിഫറൻഷ്യബിലിറ്റിയുടെയും ഒരു ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ദ ഗ്രാഫ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ കണ്ടെയ്ൻസ് നോ കട്ട് നോ ജമ്പ് എന്നൊക്കെ പറഞ്ഞു. അതായത് ബ്രേക്ക് ഉണ്ടാവില്ല അല്ലേ. ദെൻ വാട്ട് എവർ ഡിഫറൻഷ്യബിലിറ്റി, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക അല്ലേ. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ എവറി പോയിന്റ് ഓൺ ദ കർവ് അല്ലേ എ യുണീക്ക് ടാൻജന്റ് എക്സിസ്റ്റ്. A unique tangent exists at every point of the curve അല്ലേ. അത് കുറച്ചും കൂടി നമ്മൾ ഗ്രാഫിൻ്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവും. ഇറ്റ് കണ്ടെയ്ൻസ് നോ കട്ട് നോ ജംപ് ആൻഡ് നോ ഷാർപ്പ് പോയിൻറ്റ്സ് ലൈക്ക് മോഡ് എക്സ് അറ്റ് എക്സ് ഇക്വൽ ടു 0 പോലെ അല്ലേ. ഷാർപ്പ് പോയിൻറ്റ്സോ കട്ടോ ജമ്പോ ഉണ്ടാവില്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്ന് ഓർമ്മയിൽ വെക്കുക. പിന്നെ നമ്മൾ പഠിച്ചത് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് ആണെന്നുള്ളത് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ. ആ പോയിന്റ് കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ട് തിയറമാണ് വിത്തൗട്ട് പ്രൂഫിൻ്റെ ആവശ്യമില്ല, പ്രൂഫ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. രണ്ട് തിയറാണ്. ഒന്ന് റോൾസ് തിയറം ആൻഡ് ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം. ഈ രണ്ട് തിയറാണ് പഠിക്കാൻ പോകുന്നത്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നന്നായി പഠിക്കുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് പഠിക്കുക, ദെൻ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് റോൾസ് തിയറം. What is Rolle's theorem? ഇതിൻ്റെ കണ്ടീഷൻസ്. We take a function a from closed interval a b to r be a function such that, അതായത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് സാറ്റിസ്ഫൈസ് എ കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. സി ദ ഗ്രാഫ് ഓഫ് ദാറ്റ് ഇല്ലേ. ഇതാണ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി സപ്പോസ്. ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് അല്ലേ. നോ ബ്രേക്ക് അല്ലേ, നോ കട്ട് നോ ജമ്പ് എക്സെട്ര. സോ ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ, ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാഫ് കട്ടെന്ന് മനസ്സിലാക്കാം. നോ കട്ട് നോ ജമ്പ് ആൻഡ് നോ ഷാർപ്പ് പോയിന്റ്സ്. കുറച്ചുകൂടെ ഭംഗിയായി പറഞ്ഞാൽ എല്ലാ പോയിന്റിലും നമുക്ക് ടാൻജന്റ് വരയ്ക്കാൻ പറ്റും അല്ലേ. ദാറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ. ആൻഡ് ദ തേർഡ് കണ്ടീഷൻ ഈസ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. എന്ന് വെച്ചാൽ എ എന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ്റെ വൈ വാല്യൂ ദിസ് ഈസ് എഫ് ഓഫ് എ. ബി എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ്റെ വൈ വാല്യൂ എഫ് ഓഫ് ബി രണ്ടും സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. കറക്റ്റ് അല്ലേ. ദാ ഫംഗ്ഷൻ്റെ രണ്ട് എൻഡ് പോയിന്റ് ഇൻ്റർവൽ എ ബിയിൽ ഒരേ ലെവലിലാണ് ഇങ്ങനെ കാണാം അല്ലേ. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, എഫ് ഓഫ് എ കൂടെ എഫ് ഓഫ് ബി ഇൻ്റർവെലിൻ്റെ എൻഡ് പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ സെയിം ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇത്തരം ഗ്രാഫ്, ഇത്തരം ഫംഗ്ഷന് ഉള്ള പ്രത്യേകത ഇവിടെ പറയുന്നത് ബിറ്റ്വീൻ എ ആൻഡ് ബി അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് അറ്റ് വിച്ച് കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ കർവിൽ ടാൻജന്റ് വരച്ചാൽ സ്ലോപ്പ് 0 ആയിരിക്കും. കറസ്പോണ്ടിങ് പോയിന്റിൽ ടാൻജന്റ് വരച്ചാൽ സ്ലോപ്പ് 0 ആയിരിക്കും. അതായത് ഈ കർവിൽ സ്ലോപ്പ് 0 ആവുന്ന ടാൻജന്റ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് വാല്യൂ ഉണ്ടാവുമല്ലോ. ദാ ലൈക്ക് ദിസ് കണ്ടോളൂ. ഈ ടാൻജന്റ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ സി എ ടാൻജന്റ് ലൈക്ക് ദിസ് കണ്ടില്ലേ. ടാൻജന്റ് ഇതാ ഇവിടെ വരാം. വേണമെങ്കിൽ ഇതാ ഈ ടാൻജന്റ് എക്സ് ആക്സിന് പാരലാണ് അല്ലേ. അപ്പോൾ സ്ലോപ്പ് 0 ആണ്. ഇതുപോലെ എവിടെ ഈ പോയിന്റിലാണ് സംഭവം അല്ലേ. ഈ പോയിന്റിലാണ് എന്താണ് എഫ് ഡാഷ് ഓഫ് സി, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് വേണം പറയാൻ. നമുക്ക് നേരത്തെ പറഞ്ഞു എഫ് ഡാഷ് ഓഫ് എക്സ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, എഫ് ഡാഷ് ഓഫ് സി അറ്റ് സം പോയിന്റ് സി എന്ന് എടുക്കാം നമുക്ക് അല്ലേ. ഇതാ അതുപോലെ വേറൊന്ന് ഇല്ലേ, അതുപോലെ വേറൊരു ടാൻജന്റ് ഇതാ എക്സ് ആക്സിന് പാരലായിട്ട്. സി ദാറ്റ്. ഓക്കെ, ഇങ്ങനെ രണ്ട് പോയിന്റാണ് ഈ കർവിൽ കിട്ടുന്നത്. കൂടുതൽ കിട്ടാം, ചിലപ്പോൾ ഒന്ന് മാത്രം കിട്ടാം.
എനിവേ അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് എങ്കിലും ഉണ്ടാവും ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ. ദ കറസ്പോണ്ടിങ് പോയിന്റ് സി ഇല്ലേ, ഇങ്ങനെ ഒരു സി മാത്രമല്ല ഒന്നിൽ കൂടുതൽ സി ഉണ്ടാവാം. ഇവിടെ ഇപ്പോൾ 2 പോയിന്റ് സി ലൈക്ക് ദാറ്റ്. ആർബിട്രറി പോയിന്റ് ആണ് സി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് സി ഇൻ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് 0 ദാറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. ദ നെക്സ്റ്റ് സി. അപ്പോൾ ഈ ചിത്രം ഓർത്തിരിക്കുക, പിന്നെ കണ്ടീഷൻ നന്നായി പഠിക്കുക. ഇത്രേ ഉള്ളൂ. എഫ് ഈസ് എ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് അറിയാം, നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി നോക്കാനറിയാം. എൻഡ് പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ ഇക്വൽ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് സി ബിറ്റ്വീൻ എ ആൻഡ് ബി. എൻ്റെയും ബിൻ്റെ ഇടയിൽ ഒരു സി എങ്കിലും ഉണ്ടാവും സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 മീൻസ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് എക്സ് ഈക്വൽ ടു സി ഈ 0. അതായത് സി എന്ന പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് കർവിലെ ടാൻജന്റ് വരച്ചാൽ ദാറ്റ് ടാൻജന്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്, അതായത് സ്ലോപ്പ് 0. ഇതാണ് റോൾസ് തിയറം. ഓക്കെ, നമുക്കിതിൻ്റെ പ്രോബ്ലത്തിലോട്ട് പോകാം. വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 8. എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -4 ക്ലോസ്ഡ് ഇൻ്റർവൽ -4 നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് എ ഈക്വൽ ടു -4 ബി ഈക്വൽ ടു 2 എന്നുള്ളത്. ആദ്യം നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. എന്താണ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 8? നമുക്കറിയാം എവറി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആണ് അല്ലേ. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ കൂടിയാണ്. ഓക്കെ, ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 8 ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ -4. അപ്പോൾ അവിടെ നിങ്ങൾ റിസൾട്ട് ശ്രദ്ധിക്കേണ്ടത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിരിക്കണം, ഓപ്പൺ ഇൻ്റർവെൽ -4 ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. എൻഡ് പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല എന്നവിടെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ -4 ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്. ഇനി ഡിഫറൻഷ്യബിലിറ്റി നോക്കാം, അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ്? ഇറ്റ് ഈസ് 2x പ്ലസ് 2 ഈസ് ഡിഫൈൻഡ് ഇൻ -4. ഈ ഇൻ്റർവെല്ലിൽ ഇത് നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എക്സിന്? ഇല്ലേ, എക്സിന് 0 കൊടുത്താൽ കുഴപ്പമില്ല ഇല്ലേ, ഡിവിഷൻ ബൈ 0 അങ്ങനെയൊന്നും വരാനില്ല. ഈ ഇൻ്റർവെല്ലുള്ള ഏത് പോയിന്റും ഇത് വാലിഡ് ആയിരിക്കും. ഓക്കെ, therefore f dash of x is defined in -4 that means f of x is differentiable on open interval -4. അപ്പോൾ ആദ്യത്തെ 2 കണ്ടീഷനായി. മൂന്നാമത്തെ കണ്ടീഷൻ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. എന്താണ് എഫ് ഓഫ് -4? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -4 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു -4 -8 is 0. അതുപോലെ വാട്ട് ഈസ് എഫ് ഓഫ് 2? എഫ് ഓഫ് 2 ഈസ് 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 -8, അതും 0 ആണ്. അപ്പോൾ നമുക്ക് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ, ദാറ്റ് ഈസ് എഫ് ഓഫ് -4 ഈക്വൽ ടു എഫ് ഓഫ് 2, എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. ഇങ്ങനെ റോൾസ് തിയറത്തിൻ്റെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോൾസ് തിയർ അപ്ലൈ ചെയ്യാം അല്ലേ. ബൈ റോൾസ് തിയറം ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 സി അല്ലേ ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ -4 സച്ച് ദാറ്റ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് 0, അതായത് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ കിട്ടും. ആദ്യം ഈ 3 കണ്ടീഷൻ ഓക്കെ ആണോ എങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്താൽ Rolle's theorem cannot be applied. So by Rolle's theorem there exists at least 1 point c between -4 to such that f dash of c equal to 0. f dash of c 0 ആവുന്ന ഒരു പോയിന്റ് എങ്കിലും ബിറ്റ്വീൻ -4 and 2 ഉണ്ടാവും എന്നുള്ളതാണ് മീൻ വാല്യൂ തിയറം പറയുന്നത്. ഓക്കെ, നോക്കാം എന്താ എഫ് ഡാഷ് ഓഫ് സി, എന്താ എഫ് ഡാഷ് ഓഫ് എക്സ്? 2x plus 2. വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് സി? ഇറ്റ് ഈസ് 2c plus 2 ഈക്വൽ ടു 0. വാട്ട് ഈസ് സി? -1. -1 belongs to open interval -4 to correct അല്ലേ. ബിറ്റ്വീൻ -4 to 2 ഒരു സി എങ്കിലും കിട്ടുന്നതാണ് പറയുന്നത്, കിട്ടിക്കഴിഞ്ഞു അല്ലേ. സോ ക്ലിയർലി റോൾസ് തിയറം വെരിഫൈഡ്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. അടുത്ത എക്സാമ്പിൾ, വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x into x minus 3 whole square for 0 less than or equal to x less than or equal to closed interval 0-3 അതിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആദ്യം കണ്ടിന്യൂസ് ആണോ നോക്കണം. ഇറ്റ്സ് ക്ലിയർലി ഇസ് പോളിനോമിയൽ. എ പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് എ കണ്ടിന്യൂസ് എവരിവെയർ അല്ലേ. സോ അല്ല വേണമെങ്കിൽ ആദ്യം ഒന്ന് ആ ഫംഗ്ഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെക്കാം, അതായിരിക്കും സൗകര്യം. ഇറ്റ്സ് എക്സ്പാൻഡഡ് ലൈക്ക് ദിസ്, ഇറ്റ് ഇസ് x³ - 6x² + 9x അല്ലേ. പോളിനോമിയലാണ്, ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0-3 അല്ലേ. രണ്ട് ഡിഫറൻഷ്യബിൾ ആണോ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയേ.
f dash of x equal to 3x square minus 12x plus 9 clearly is defined on open interval 0,3. അല്ലേ? ഓപ്പൺ ഇൻ്റർവൽ 0,3 ഏത് പോയിന്റ് എടുത്താലും ഇത് ഡിഫൈൻഡ് ആണ്. സോ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ 0,3. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, എൻഡ് പോയിന്റിൽ ഫംഗ്ഷൻ ഈക്വൽ ആയിരിക്കണം. വാട്ട് ഈസ് എഫ് ഓഫ് 0? 0 ആണ്. വാട്ട് ഈസ് എഫ് ഓഫ് 3? അതും 0 ആണ്. സോ ദേ ആർ ഈക്വൽ അല്ലേ? എഫ് ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് 3. അപ്പോൾ റോൾസ് തിയറത്തിൻ്റെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ? ഇനി റോൾസ് തിയറം അപ്ലൈ ചെയ്യാം. ദ റോൾസ് തിയറം, ബൈ റോൾസ് തിയറം ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 എലമെന്റ് സി between 0 and 3 such that f dash of c equal to 0 അല്ലേ? 0 into 3യുടെ ഇടയിൽ ഒരു സി ഉണ്ടാവും such that f dash of c equal to 0. നോക്കാം. what is f dash of x? 3c square minus 12x plus 9. what is f dash of c? 3c square minus 12x c plus 9 equal to 0. so solving this എന്ത് വരും? ഒന്ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ c square minus 4c plus 3 equal to 0 and solving this what is c? 1 ഉം 3 കിട്ടുക അല്ലേ? ഇറ്റ്സ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക, ഈസിയാണ്. സം ഫോർ പ്രോഡക്റ്റ് 3 1 and 3 അല്ലേ? സിയുടെ വാല്യൂ 1 ഉം 3 കിട്ടിയിരിക്കുന്നു. ബിറ്റ്വീൻ 0 and 3 ആണോ? ഓപ്പൺ ഇൻ്റർവൽ 0,3 3 എന്ന വാല്യൂ ഓപ്പൺ ഇൻ്റർവൽ 0,3 പക്ഷെ 1 ഉണ്ട്. നമുക്ക് ഒന്നെങ്കിലും കിട്ടിയാൽ മതി. അതാണ് അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ സി ഈക്വൽ ടു 1 ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ 0,3. വെരിഫൈ റോൾസ് തിയറം is verified. Okay. Yes. അടുത്തത്, discuss the applicability of Rolle's theorem. f of x equal to mod x, x belongs to closed interval -2 to f of x equal to greatest integer function of x, x belongs to closed interval 5, 9. Okay. നോക്കാം. ആദ്യം f of x equal to mod x. നമുക്കറിയാം mod x is എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ? വി ടൈപ്പ് കർവാണ്, കണ്ടിന്യൂസ് ആണ്. ഡിഫറൻഷ്യബിൾ ആണോ? ഡിഫറൻഷ്യബിൾ അല്ല അല്ലേ? മോഡ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ഡിഫറൻഷ്യബിൾ അല്ല, കാരണം വി ടൈപ്പ് ഗ്രാഫാണ് അല്ലേ? അറ്റ് 0 എ ഷാർപ്പ് പോയിന്റ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോൾസ് തിയറത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ റോൾസ് തിയറം കനോട്ട് ബി അപ്ലൈഡ്. രണ്ടാമത്തത് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓഫ് എക്സ്, സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓർ ഫ്ലോർ ഫംഗ്ഷൻ. ക്ലോസ്ഡ് ഇൻ്റർവൽ 5, 9 ആണ്. 5, 9 5 മുതൽ 4 വരെ. സോ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്? അത് നിങ്ങൾക്ക് ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ പ്രത്യേകത അറിയാം. 5 to 6, 6 to 7, 7 to 8, 8 to 9 ഇങ്ങനെ തട്ടായിട്ട് ഉണ്ടാവുക. ഓർമ്മിക്കുന്നുണ്ടാവും അല്ലേ? ഈസ് ഡിസ്കണ്ടിന്യൂസ്, നോ ഡൗട്ട്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഇൻറ്റിജർ പോയിന്റ്സ് അല്ലേ? 5 and 9 ഇടയിൽ ഇഷ്ടംപോലെ ഇൻറ്റിജർ ഉണ്ട്. ആ ഇൻറ്റിജർ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ റോൾസ് തിയറം കനോട്ട് ബി അപ്ലൈഡ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ് ഈ റോൾസ് തിയറത്തിലുള്ള. ശരിക്കും ശ്രദ്ധിക്കുക. അടുത്ത രണ്ടാമത്തെ തിയറം, ഇറ്റ് ഈസ് ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം. ശരിക്കും ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറമാണ് ഒരു ജനറലൈസ്ഡ് തിയറം. ഇതിൻ്റെ ഒരു കേസ് മാത്രമാണ് റോൾസ് തിയറം. ശരിക്കും ആദ്യം ലഗ്രാഞ്ചസ് തിയറം ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസാണ് റോൾസ് തിയറം. ഓക്കെ, കുഴപ്പമില്ല. എന്താണെന്ന് നോക്കാം നമുക്ക്. റോൾസ് തിയറത്തിൻ്റെ അതേ കണ്ടീഷൻ, എന്നാൽ എല്ലാ കണ്ടീഷനും ഇല്ലാതാണ്. നോക്കിക്കോളൂ. ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ a b സച്ച് ദാറ്റ്, ഒന്നാമത്തെ കണ്ടീഷൻ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ a b, നേരത്തെ പോലെ തന്നെ. രണ്ടാമത്തെ കണ്ടീഷൻ, ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ a b. ഓപ്പൺ ഇന്റർവൽ a bയിലെ ഡിഫറൻഷ്യബിളും ക്ലോസ്ഡ് ഇന്റർവൽ a bയിൽ കണ്ടിന്യൂസും. ഇതിൻ്റെ അർത്ഥം വൈ ഓപ്പൺ ക്ലോസ്ഡ് എന്നുള്ളത് എൻഡ് പോയിന്റിൽ എയിലും ബിയിലും എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആവണം നിർബന്ധമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഈ രണ്ട് കണ്ടീഷൻ മാത്രമേ ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറത്തിനുള്ളൂ. റോൾസ് തിയറത്തിൽ ഒരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു, എഫ് ഓഫ് എ കൂടെ എഫ് ഓഫ് ബി. ഇവിടെ അതില്ല. നമുക്കൊരു ഗ്രാഫ് ശ്രദ്ധിക്കാം. കണ്ടോളൂ. ക്ലോസ്ഡ് ഇന്റർവൽ a b, ഇവിടെ എന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവിലെ പോയിന്റ് എഫ് ഓഫ് എ, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവിലെ പോയിന്റിന്റെ വൈ വാല്യൂ എഫ് ഓഫ് ബി നോട്ട് ഈക്വൽ ആണ് അല്ലേ? ഇത് ഈക്വൽ ആയിരുന്നെങ്കിൽ നമ്മൾ റോൾസ് തിയറത്തിലേക്ക് മാറിയേനെ. ഇപ്പോൾ ഈക്വൽ അല്ല. കണ്ടില്ലേ, ഈ രണ്ട് കർവിൻ്റെ എൻഡ് പോയിന്റ് രണ്ട് ലെവലിലാണ്. ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ,
അപ്പോൾ എന്താണ് നമ്മൾ തിയറം പറയുന്നത് നോക്കാം. കണ്ടിന്യൂസ് ആണ്, യെസ്. ഇറ്റ്സ് എ സ്മൂത്ത് കർവ്, നോ ബ്രേക്ക്, അല്ലേ. ഡിഫറൻഷ്യബിൾ ആണ്, യെസ് ഡിഫറൻഷ്യബിൾ ആണ്, അല്ലേ. എന്താണ് എല്ലാ പോയിന്റിലും നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാം. നോ ഷാർപ്പ് പോയിന്റ്, നോ കട്ട്, നോ ജമ്പ്. അവിടെ ഈ എൻഡ് പോയിന്റ് എ എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത ലെഫ്റ്റിലോട്ട് ഇല്ലെങ്കിൽ ബീൻ്റെ റൈറ്റിലോട്ട് ഈ കർവിന് എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ എൻഡ് പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ചെക്ക് ചെയ്യണമെന്നില്ല. അതാണ് ഇവിടെ ഓപ്പൺ ഇൻ്റർവൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം നമുക്ക്. ലിസൺ, രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? സപ്പോസ് ഞാൻ ഈ രണ്ട് പോയിന്റ് അങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു. ഇതാ എ എഫ് ഓഫ് എ ബി എഫ് ഓഫ് ബിയും രണ്ട് പോയിന്റ് എ എഫ് ഓഫ് എ ബി എഫ് ഓഫ് ബി. ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ദാറ്റ് ഈസ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1, അല്ലേ. അതല്ലേ സ്ലോപ്പ്. സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് എ എഫ് ഓഫ് എ ബി എഫ് ഓഫ് ബി ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ആണ്. ഓക്കെ, ഇനി എൻ്റെ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഈ ലൈനിന്, അല്ലേ, ഈ കോഡിന്, ഇതിന് ഈ ലൈനിന് പാരലായിട്ട് ഈ കർവിൽ ഒരു ടാൻജൻറ്റ് കണ്ടെത്താൻ പറ്റുമോ? ഈ ലൈനിന് പാരലായിട്ട് കർവിൽ ടാൻജൻറ്റ് കണ്ടെത്താൻ പറ്റുമോ? നേരത്തെ എക്സ് ആക്സിസിന് പാരലായിട്ടാണ് നമ്മൾ ടാൻജൻറ്റ് കണ്ടെത്തിയത് റോൾസ് തിയറത്തിൽ. ഇവിടെ ഈ പറയുന്ന ലൈൻ ഇത് എക്സ് ആക്സിന് പാരൽ അല്ല, അല്ലേ. സോ ഇതിന് പാരലായിട്ട് ടാൻജൻറ്റ് കണ്ടെത്താൻ പറ്റുമോ? നോക്കാം. സി, ഇതിന് പാരലായിട്ട്, സി ദിസ്, ഈ ലൈനിന് പാരലായിട്ടാണ് ഈ ലൈൻ ഉള്ളത്. ഏതാണ് ആ പോയിന്റ്, അല്ലേ. സി, അതുപോലെ ഇതാ വേറൊന്ന് ഇവിടെയും പറ്റും. നോക്കാം നമുക്ക്. ഇതാ ഒന്നുകൂടി, സി ദിസ്, ഇതാ ഇറ്റ്സ് എ ടാൻജൻറ്റ്, ദേ ആർ പാരലൽ. അപ്പോൾ ഈ പോയിന്റിൽ ഇതാ വേറൊന്നും കൂടി ഉണ്ട്. ഇതെവിടെയാണ്? ഇത് ഇവിടെയും കിട്ടും. കണ്ടില്ലേ, ഈ രണ്ട് ടാൻജൻറ്റും കർവിലെ ടാൻജൻറ്റും ഈ ലൈനിന് പാരലാണ്. ഓക്കെ, ഏതൊക്കെ പോയിന്റിലാണെന്ന് അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാ ഒന്ന് ഈ പോയിന്റിലും ഒന്ന് ഈ പോയിന്റിലും. ശരി, അപ്പം ഈ ലൈനിൻ്റെ സ്ലോപ്പ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ആണ്. അത് തന്നെ ആയിരിക്കില്ലേ ഈ പാരലായിട്ടുള്ള ടാൻജൻറ്റിൻ്റെ സ്ലോപ്പും? ആയിരിക്കണമല്ലോ, കാരണം ദേ ആർ പാരലാണെങ്കിൽ സ്ലോപ്പ്സ് ഈക്വൽ ആണ്. പക്ഷേ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്നാണ്? സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഡെറിവേറ്റീവാണ്, ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ്. ഏത് പോയിന്റിലാണോ ടാൻജൻറ്റ് വരച്ചിരിക്കുന്നത്, ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഇപ്പം സി എന്നുള്ള പോയിന്റ് ആണെന്ന് വിചാരിച്ചോളൂ. സി എന്നുള്ള പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ടാണ് ടാൻജൻറ്റ് വരച്ചിരിക്കുന്നത്. വാട്ട് ഈസ് സ്ലോപ്പ് ഓഫ് ദിസ് ടാൻജൻറ്റ്? നമുക്കറിയാം എന്താണ് ഡെറിവേറ്റീവ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് സി, അല്ലേ. ഇവിടെ അതുപോലെ വേറൊരു സി കാണുന്നില്ലേ, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. അപ്പോൾ ഈ പോയിന്റിലുള്ള സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റും ഈ പോയിന്റിലുള്ള സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റും ഏതിന് ഈക്വലാണ്? ദാ ഈ ലൈനിന് ഈക്വലാണ്, ഈ ലൈനിൻ്റെ സ്ലോപ്പിന് ഈക്വലാണ്. അതായത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എയും എഫ് ഡാഷ് ഓഫ് സിയും സെയിം ആണെന്ന് അർത്ഥം. ഓക്കെ, നമുക്ക് തിയറത്തിലേക്ക് പോവാം. ലാഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറത്തിൻ്റെ കണ്ടീഷൻ, ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ലെവൽ എ ബി കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് ഇതാണ്. ദർ എക്സിസ്റ്റ് വാട്ട് അറ്റ് ലീസ്റ്റ് വൺ പോയിന്റ് സി ബിറ്റ്വീൻ എ ആൻഡ് ബി ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ എ ബി such that f dash of c equal to f of b minus f of a by b minus a. ഇതാ ഈ പറഞ്ഞ രണ്ടും, അതായത് കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഈ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത ഈ ലൈനിന് പാരലായിട്ട് ഒരു ടാൻജന്റ് എങ്കിലും ഇവിടെ കാണും. അറ്റ് എക്സ് ഈക്വൽ ടു സി ഒരു സി എങ്കിലും കാണും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം റിസൾട്ട് നന്നായി പഠിക്കുക, ഓർത്തിരിക്കുക, പ്രോബ്ലം ചെയ്യാം. Let's go to the problem. See, verify mean value theorem for the function f of x equal to x square minus 4x minus 3 x belongs to open interval 1-4. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം, പിന്നെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യണം. സോ കണ്ടിന്യൂറ്റി ഈസി, ബീങ് എ പോളിനോമിയൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 1-4, അല്ലേ. രണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് 2x മൈനസ് 4 എന്നാണ് കിട്ടുക, അല്ലേ. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x മൈനസ് 4. 2x minus 4 is clearly defined on open interval 1-4. ഓപ്പൺ ഇൻ്റർവൽ 1-4 എല്ലാ പോയിന്റിലും, അല്ലേ, അതിനിടയിലുള്ള എല്ലാ പോയിന്റിലും 2x minus 4 ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ 1-4 എന്ന് പറയാം നമുക്ക്. അപ്പോൾ കണ്ടിന്യൂസ് ആയി ഡിഫറൻഷ്യബിളും ആയി ഓപ്പൺ ഇൻ്റർവൽ എ ബി.
അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ മാത്രം മതി നമുക്ക് മീൻ വാല്യൂ തിയറത്തിൽ. പിന്നെ എന്താണ് തിയറം പറയുന്നതാണ്, ബൈ മീൻ വാല്യൂ തിയറം ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ സി between 1 and 4, between 1 and 4 means belongs to open interval 1, 4, such that f dash of c equal to f of b minus f of a by b minus a. ഓക്കെ, നോക്കാം നമുക്ക്. എന്താ എഫ് ഡാഷ് ഓഫ് എക്സ് 2x മൈനസ് 4, എന്താ എഫ് ഡാഷ് ഓഫ് സി 2c മൈനസ് 4 അല്ലേ, 2c മൈനസ് 4 ഈക്വൽ ടു എഫ് ഓഫ് ബി, ബി 4 ആണ്, എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് എ ദാറ്റ് ഈസ് എഫ് ഓഫ് 1 ബൈ 4 മൈനസ് 1 അല്ലേ. എന്താ എഫ് ഓഫ് 4 വരിക, 4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 4 മൈനസ് 3, സിംപ്ലിഫൈ ചെയ്താൽ മൈനസ് 3 എന്ന് കിട്ടും അല്ലേ. അതുപോലെ എഫ് ഓഫ് 1 എന്താ വരിക, ഇറ്റ് ഈസ് 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 മൈനസ് 3 ഈക്വൽ ടു മൈനസ് 6. അപ്പം ഇവിടെ കൊടുക്കുക അത് മൈനസ് 3 മൈനസ് 6 ബൈ 4 മൈനസ് 1 3. ഓക്കെ അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. That is 2c minus 4 equal to 1. That is 2c equal to 5. What is c? Is 5 by 2. 2.5. ഉറപ്പല്ലേ, ബിറ്റ്വീൻ 1 and 4 ആണ് അല്ലേ. c equal to 5 by 2. അങ്ങനെ ഒരു c മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് 1 c അല്ലേ, ഒന്നെങ്കിലും ഉണ്ടാവുന്ന പറയുന്നു, ഒന്നുണ്ട്. ഇസ് 5 by 2. ഓപ്പൺ ഇൻ്റർവൽ 1, 4 ഇറ്റ്സ് വെരിഫൈഡ് നൗ. ഓക്കെ, ഇതാണ് മീൻ വാല്യൂ തിയറത്തിൻ്റെ വെരിഫിക്കേഷൻ. സോ hence mean value theorem verified. Okay, അടുത്ത പ്രോബ്ലത്തിലോട്ട്. Verify mean value theorem if f of x is equal to x cube minus 5x square minus 3x in the interval ab where a is equal to 1 and b is equal to 3. Find all c belongs to 1, 3, open interval 1, 3 for which f dash of c is equal to 0. Find all c belongs to open interval 1, 3 for which f dash of c is equal to 0. ഓക്കെ, ഇതാണ് ക്വസ്റ്റൻ. ആദ്യം നമുക്ക് മീൻ വാല്യൂ തിയറം പിന്നെ ചെക്ക് ചെയ്യണം, വെരിഫൈ ചെയ്യണം. നോക്കാം, ഫംഗ്ഷൻ ഏതാണ്, എക്സ് ക്യൂ മൈനസ് 5x സ്ക്വയർ മൈനസ് 3x, ഇൻ്റർവെല്ല് ക്ലോസ്ഡ് ഇൻ്റർവെൽ 1, 3 ആണ് അല്ലേ. സോ ബീയിങ് എ പോളിനോമിയൽ ഇറ്റ് ഈസ് ക്ലിയർലി കണ്ടിന്യൂസ്, നോ ഡൗട്ട്. ഡിഫറൻഷ്യബിലിറ്റി നോക്കാം, ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. എഫ് ഡാഷ് ഓഫ് എക്സ് 3x square minus 10x minus 3. So, it is clearly defined on open interval 1, 3 between 1 and 3. At every point of between 1 and 3, it is defined. Defined on, alle? And not defined at the value varunillo. So, that means it is differentiable. Okay. So, rendu condition, okay. By mean value theorem, there exists at least one c belongs to open interval 1, 3 such that f dash of c equal to f of b minus f of a by b minus a. Okay. Continuous ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. ബട്ട് മീൻ വാല്യൂ തിയറം പ്രകാരം ബിറ്റ്വീൻ 1 and 3 അറ്റ്ലീസ്റ്റ് ഒരു സി എങ്കിലും ഉണ്ടാവും സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഇക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. എഫ് ഡാഷ് ഓഫ് എക്സ് ഇതാണ്. എഫ് ഡാഷ് ഓഫ് സി എന്ന് വെച്ചാൽ 3c സ്ക്വയർ മൈനസ് 10c അല്ലേ, 3c സ്ക്വയർ മൈനസ് 10c മൈനസ് 3 ഈക്വൽ ടു എഫ് ഓഫ് ബി എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് എ ദാറ്റ് ഇസ് എഫ് ഓഫ് 1 ബൈ 3 മൈനസ് 1. ഓക്കെ, വാട്ട് ഈസ് എഫ് ഓഫ് 3? ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. എഫ് ഓഫ് 3 ഇറ്റ് ഇസ് 3 മൈനസ് 5 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് അല്ലേ. സോ സിംപ്ലിഫൈ ഇറ്റ് ഇസ് മൈനസ് 27 ആൻഡ് എഫ് ഓഫ് 1 ഈസ് മൈനസ് 7 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു മൈനസ് 10 എന്ന് കിട്ടും. അപ്പോൾ കിട്ടിയിരിക്കുന്ന 3c സ്ക്വയർ മൈനസ് 10c മൈനസ് 3 ഈക്വൽ ടു മൈനസ് 10. സോ 3c സ്ക്വയർ മൈനസ് 10c പ്ലസ് 7 ഈക്വൽ ടു 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. യു സോൾവ് ഫോർ c അല്ലേ. വാട്ട് ഈസ് c? യൂസിങ് ദാറ്റ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. സിയുടെ വാല്യൂ 7/3 ഓർ 1 എന്ന് കിട്ടും. 7/3 ഓർ 1. റെഡി അല്ലേ? യെസ്, ദാറ്റ് ഈസ് സി അല്ലേ. അതിൽ സി ഈക്വൽ ടു 7/3 2.333 സംതിങ്. അത് മാത്രമേ ഓപ്പൺ ഇൻ്റർവൽ 1, 3 1 ഇല്ല. 1 നോട്ട് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ 1, 3. അപ്പോൾ ഒരു സി എങ്കിലും കിട്ടുന്നതാണ് പറയുന്നത്. അല്ല, ഒരു സി കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇറ്റ് ഈസ് 7/3. സോ മീൻ വാല്യൂ തിയറം വെരിഫൈഡ്. ഓക്കെ, അതിന് കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. എന്താണ്? ഫൈൻഡ് ഓൾ സി ബിലോങ്സ് ടു 1, 3 ഫോർ വിച്ച് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0.
നോക്കാം. എഫ് ഡാഷ് ഓഫ് സി 0 ആവുന്ന ഓപ്പൺ ഇൻ്റർവൽ 1-3 സി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. നോക്കാം. ലൈക്ക് ദിസ്. വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് സി? എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 മീൻസ് 3c² minus 10c minus 3 equal to 0. അല്ലേ? യു സോൾവ് ഫോർ സി and 10 plus or minus root of 10b square minus 4 is 100 minus 4 into 3 into minus 3 divided by 6. So simplifying, it is 10 plus or minus root 136 divided by 6, and simplifying we get 5 plus or minus root 34 divided by 3. That is equal to root 34 means 5 point something, 5.83. അല്ലേ? ഒന്നിത് പ്ലസ് ആകുമ്പം 5 plus 5.83 by 2. ആക്ച്വലി ഇത് എന്താണ്? 10 point something by 3. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3 അല്ലേ? അപ്പോൾ ആ നമ്പർ വരും അല്ലേ? ബിറ്റ്വീൻ 3 and 4 ആണ്, നോ ഡൗട്ട് അല്ലേ? ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 3. ഓർ എന്താണ്? ഓർ ഉറപ്പായിട്ടും ഇത് ഗ്രേറ്റർ ദാൻ 3 ആണെന്ന് ഒന്ന് നോക്കുക, ചെക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് എക്സാക്റ്റ് വാല്യൂ വേണം കണ്ടുപിടിച്ച് നോക്കുക. നെക്സ്റ്റ് 5 minus root 34, that is 5 minus 5.83 by 3, no doubt it is negative less than 0. അപ്പോൾ കിട്ടിയിരിക്കുന്ന രണ്ട് സിയും ഒന്ന് ഗ്രേറ്റർ ദാൻ 3യും മറ്റേത് ലെസ് ദാൻ 0 ആണ്. പക്ഷെ നമുക്ക് വേണ്ട ഇൻ്റർവെല് ഓപ്പൺ ഇൻ്റർവെൽ 1-3 ആണ്. ഇവിടെ ഗ്രേറ്റർ ദാൻ 3 ആയിട്ടുള്ളൊരു വാല്യൂ ലെസ് ദാൻ 0 ആയിട്ടുള്ളൊരു വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഓപ്പൺ ഇൻ്റർവെൽ 1-3 എഫ് ഡാഷ് ഓഫ് സി 0 ആവുന്ന വാല്യൂ ഇല്ല എന്ന് തന്നെ പറയാം. Therefore no c between 1 and 3 such that f dash of c is equal to 0. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യും. അടുത്തൊരു പ്രോബ്ലം കൂടി. വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 minus x square ഓൺ ക്ലോസ് ഡബിൾ -3/4. ഓക്കെ, ശരിക്കും ഇത് ഏതിൻ്റെ ഇക്വേഷനാണ്? ദിസ് ഇസ് y ഈക്വൽ ടു റൂട്ട് ഓഫ് 25 minus x square. നോക്കാം, കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് ആണ്. വൈ? ബിക്കോസ് y ഈക്വൽ റൂട്ട് ഓഫ് 25 minus x square, ഇറ്റ് ഈസ് y square plus x square ഈക്വൽ ടു 5 square ഇസ് എ സർക്കിൾ അല്ലേ? ഒരു സർക്കിളാണ് അല്ലേ? ബിറ്റ്വീൻ -3 and 4 മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ്? ദാറ്റ് ഗ്രാഫ് കണ്ടെയ്ൻസ് നോ കട്ട്, നോ ജമ്പ് എക്സെട്ര. സോ ബ്രേക്ക് ഒന്നും ഉണ്ടാവില്ല, ഒരു സർക്കിളാണ്. ദെൻ ഇറ്റ് ഈസ് ക്ലിയർലി കണ്ടിന്യൂസ്. വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ്? റൂട്ടിന് ഡെറിവേറ്റീവ് 1/2 root of that into derivative of 25 minus x square is -2x. So 2 കട്ടായി. Then minus x by root of 25 minus x square എന്ന് കിട്ടും. Is clearly defined on open interval -3/4. കാരണം ഇത് ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് 5 - 5 അതിവിടെ ഇല്ല. കുഴപ്പമില്ല, 5 - 5 ആണെങ്കിൽ ഇത് by 0 ആയേനെ. ഓക്കെ, ദെൻ അവിടെ കുഴപ്പമില്ല, ബിറ്റ്വീൻ -3 and 4 ആണിത്, അതുകൊണ്ട് ആ പ്രോബ്ലം വരുന്നില്ല. സോ ക്ലിയർലി ഡിഫൈൻഡ്. സോ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ -3/4. ഓക്കെ, ദെൻ രണ്ട് കണ്ടീഷൻ ഓക്കെയാണ്. മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാം. സോ ബൈ മീൻ വാല്യൂ തിയറം ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 c ബിറ്റ്വീൻ -3/4 സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് സി? എഫ് ഡാഷ് ഓഫ് എക്സ് ഇതാണ് അല്ലേ? -x by root of 25 minus x square. എഫ് ഡാഷ് ഓഫ് സിയോ it is minus c by root of 25 minus c square equal to f of b, f of 4 അല്ലേ? minus f of -3 by 4 minus -3 അല്ലേ? അതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 4 കിട്ടുക 3 ആണ്, എഫ് ഓഫ് -3 4 ആണ്, ബൈ 7 ഈക്വൽ ടു -1/7 എന്ന് കിട്ടും. മൈനസ് സി ബൈ റൂട്ട് ഓഫ് 25 minus c square ഈക്വൽ ടു -1/7. ഈക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് എന്ത് കിട്ടും? സ്ക്വയർ ചെയ്താൽ c square by 25 minus c square equal to 1/49. So cross multiply 49 c square equal to 25 minus c square. That means 50 c square equal to 25. That is c square is equal to 1/2. That is c equal to plus or minus 1/2 എന്ന് കിട്ടും. c equal to plus or minus 1/2. എന്താണെങ്കിലും രണ്ട് വാല്യൂ ആണെങ്കിലും പ്ലസ് 1/√2 ആയാലും മൈനസ് 1/√2 ആയാലും രണ്ടായാലും നമ്മുടെ ഇൻ്റർവെൽ ഉണ്ട്. -3 4 എന്ന ഇൻ്റർവെല്ലിൽ രണ്ട് വാല്യൂ ഉണ്ട്. ഓക്കെ അല്ലേ? സോ സി കിട്ടിക്കഴിഞ്ഞു. സോ മീൻ വാല്യൂ തിയറം വെരിഫൈഡ്. ഓക്കെ, അപ്പോൾ ഇത് ഈ രണ്ട് തിയറും വെരിഫൈ ചെയ്യുന്ന പ്രോബ്ലം മാത്രമാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇത് നമ്മുടെ ഫോക്കസ് ഏരിയയുടെ അതിൽ വരുന്നതാണ്. ക്വസ്റ്റ്യൻ ഉറപ്പാണ്, നന്നായി പഠിക്കുക.
ദെൻ നമ്മൾ ഇതോടുകൂടി ഡിഫറൻസിയേഷനിലെ ഫോക്കസ് ഏരിയ തീരുന്നു. ഇതിൽ നമ്മൾ വീഡിയോയിൽ ഒഴിവാക്കിയത് ലോഗരിതമിക് ഡിഫറൻസിയേഷനും പാരാമെട്രിക് ഡിഫറൻസിയേഷനും അതുപോലെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവാണ്. അത് നിങ്ങൾക്ക് ഞാൻ വേറെ വീഡിയോ ചെയ്തു തരുന്നതാണ്. ഇതിന് ശേഷം നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, and the next topic is application of derivatives. Thank you.